പണ്ടൊക്കെ ഹൊറർ മൂവീസ് കണ്ടിട്ട് നമ്മൾ പേടിക്കുക അതിൽ ജംസ്കെയർസ് കണ്ടിട്ടായിരിക്കും. ഒന്നെങ്കിൽ ഭയങ്കര പേടിപ്പിക്കുന്ന ബിജിഎംസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര പേടിപ്പിക്കുന്ന വിഷ്വൽസ് ഉണ്ടായിരിക്കും. പിന്നീട് അങ്ങോട്ട് ജംസ്കെയർസ് കുറച്ചിട്ട് സൈലന്റ് ആയിട്ട് ഹൊറർ പോർട്രയൽ ചെയ്യുന്ന രീതിക്കുള്ള പടങ്ങൾ വന്നു തുടങ്ങി. അത് തന്നെ മലയാളത്തിൽ അതിരൻ, ഭൂതകാലം പോലത്തെ സൈക്കോളജിക്കൽ തീംസ് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഹൊറർ മൂവീസ് വന്ന് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി, അതുപോലെ ജനറേഷണൽ ട്രോമ ഒക്കെ പോർട്രയൽ ചെയ്യുന്ന പടങ്ങൾ വന്നു തുടങ്ങി. ആ ഒരു രീതിക്ക് മലയാളത്തിൽ ഹൊറർ സൈക്കോളജിക്കൽ തീംസ് ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുള്ള ഒരു അണ്ടർറേറ്റഡ് എന്ന് പറയാൻ പറ്റുന്ന മിനി വെബ് സീരീസ് ആണ് തോലുമാടൻ. എന്തുകൊണ്ട് തോലുമാടൻ അണ്ടർറേറ്റഡ് എന്ന് ചോദിച്ചാല് മനുഷ്യന്റെ മനസ്സിനുള്ളിൽ ഉണ്ടാവുന്ന ഭയം, ട്രോമ, ലോൺലിനെസ് ഒക്കെ ഇത്രയും സിമ്പിൾ ആയിട്ട് ഹൊറർ ബ്ലെൻഡ് ചെയ്ത് പോർട്രയൽ ചെയ്തിട്ടുള്ള മലയാളം വെബ് സീരീസ് വേറെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ആരും എടുക്കാത്തൊരു ടോപ്പിക്കിനെയാണ് ഇവർ അത്രയും വൃത്തിക്ക് എടുത്തു വെച്ചിട്ടുള്ളത്. ഇതിലാകെ മിനിമൽ ആയിട്ട് 3 ക്യാരക്ടേഴ്സേ വരുന്നുള്ളൂ. ഒരു അച്ഛൻ, അമ്മ, ഒരു കുട്ടി. ഈ കുട്ടിക്ക് അച്ഛൻ യുദ്ധം കഴിഞ്ഞിട്ട് വരുമ്പോൾ ആളുടെ രൂപത്തിലും ഭാവത്തിലും ഉണ്ടാവുന്ന മാറ്റം, യുദ്ധം കാരണം ആൾക്കുണ്ടാവുന്ന മാറ്റങ്ങൾ ഈ കുട്ടിക്ക് തോന്നുന്ന ചെറുപ്പം തൊട്ടേ ഈ കുട്ടി കേൾക്കുന്ന ആ നാട്ടിലെ ഒരു ഫോക്ലോർ ഹൊറർ സ്റ്റോറിയിലെ ക്യാരക്ടറാണ് അച്ഛൻ എന്ന് തോന്നിപ്പോവാണ്. ആൻഡ് ഇത് തോന്നിയതാണോ റിയാലിറ്റി ആണോ, എന്താണ് ഈ തോലുമാടൻ, യുദ്ധം ഒരു മനുഷ്യന്റെ മെന്റൽ ഹെൽത്തിന് എത്രത്തോളം ബാധിക്കുന്നുള്ളതൊക്കെ നിങ്ങൾ ഈ ഒരു വെബ് സീരീസ് കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ജംസ്കേഴ്സും കാര്യങ്ങളെല്ലാം കുറവാണ്. എന്നാലാണെങ്കിൽ തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ നമുക്ക് ആ ഒരു ഹൊറർ ഫീൽ കിട്ടുന്നുണ്ട്. തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ നമ്മളിങ്ങനെ നടക്കുന്നത് ഇമാജിനേഷൻ ആണോ, ഹാലൂസിനേഷൻ ആണോ, അതോ റിയാലിറ്റി ആണോ, ഇതാണ് നടക്കുന്നത് എന്നറിയാണ്ട് നമ്മളിങ്ങനെ കൺഫ്യൂസ്ഡ് ആയി അറ്റ് ദ സെയിം ടൈം ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് പോകും. ഓൾറെഡി കുറെ ആൾക്കാർ ഈ ഒരു വെബ് സീരീസ് കണ്ടിട്ടുണ്ടാവും. കാണാത്തവരെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൊറർ സൈക്കോളജിക്കൽ ത്രില്ലേഴ്സ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും പോയി കണ്ടോളൂ. യൂട്യൂബിലുണ്ട്. വെറും 3 എപ്പിസോഡ്സ് മാത്രമേ വരുന്നുള്ളൂ. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കിയിട്ട് പറയണേ. ഓൾസോ ഈ ഒരു ജോണറിൽ വരുന്ന കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പടങ്ങള് അതുപോലെ സീരീസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യണേ.